ഇന്നത്തെ പരിപാടി നമ്മൾ ഈ സ്ഥിരപ്പെട്ടിമ്പോൾ ഇതുപോലത്തെ കറകളുണ്ടല്ലോ ഇതെങ്ങനെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനത് ജെമിനിയിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തുമ്പോൾ അവർ പറഞ്ഞു പാരസെറ്റമോൾ ഗുളിക വെച്ചിട്ട് കുറച്ച് ക്ലിയർ ആവുന്നത്. ഇപ്പോൾ കുറച്ച് അപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡ് വന്നത്. നോക്കാം. നമ്മൾ ഇതിൻ്റെ ഗുളിക ഇതാണ്, പാരസെറ്റമോൾ ഗുളിക ഇതാണ്. ഇത് അവർ ശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തന്നെ പൊള്ളാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതെ, നമ്മളിത് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഇസ്തിരിപ്പെട്ടി ഓൺ ചെയ്ത് ചൂടാവുമ്പോഴാണ് തുറച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോഴാണ് ഈ കറ ഇളകി പോവുള്ളൂ. മെയിനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ കൈ പൊള്ളാതെ നോക്കണം. കൈ പൊള്ളി കഴിഞ്ഞാൽ പാരസെറ്റമോളിൻ്റെ കമ്പനിയും അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടിയുടെ കമ്പനിയും ഉത്തരവാദിയാവില്ല. അത് വേറെ കാര്യം. പിന്നെ പറയാനുള്ളത്, ഇസ്തിരിപ്പെട്ടി നല്ല ചൂടായാലാണ് ഈ ഗുളിക ഉറച്ചാൽ ആ കറ ഇളകി വരുള്ളൂ. അത് നന്നായിട്ട് ഇളകിയിട്ട് ഇതുപോലൊരു കോട്ടൺ കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക, വീണ്ടും ചെയ്യുക. അതായത് നമ്മളിതിൻ്റെ ഇടയിൽ ഇസ്തിരിപ്പെട്ടി ഓഫ് ചെയ്താൽ അല്ലെങ്കിൽ കറണ്ട് പോയി ഓഫായാൽ അത് ചൂടാറി കഴിഞ്ഞാൽ ആ കട്ട അതേപോലെ കട്ടായിട്ട് നോക്കും വീണ്ടും ഏത് ഭാഗത്തേക്ക് പുറഞ്ഞു നിൽക്കണം വെച്ചാൽ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഏകദേശം ഗുളിക 4 കഴിഞ്ഞു, അതിന് ഗുളിക ഇല്ല. അപ്പോൾ ഏകദേശമൊക്കെ ഒരുവിധം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാടുകളൊക്കെ പോയിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ജെമിനി പറഞ്ഞത് ശരിയാണെന്ന് ഒരുവിധം മനസ്സിലായി. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.